ഹേ ഗായ്സ്, ഇതൊരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ കോളേജിൽ നിന്ന് ഡീസോൺ കളിക്കാൻ പോയപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് ആട്ടാ ഞാൻ ആഡ് ചെയ്യാൻ പോണേ. ഗായ്സ്, അപ്പോൾ നമ്മുടെ കളി എന്ന് പറഞ്ഞാൽ 8:30 പക്ഷെ ഞങ്ങൾ എത്തിയത് 8:45 ആയപ്പോഴാട്ടാ. ഞങ്ങളുടെ ഫസ്റ്റ് കളി വരുന്നത് പാറമേക്കാവായിട്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് കളി ജയിച്ചുട്ടാ. ഞങ്ങളുടെ കോളേജുകാര് ഡീസോൺ കളിക്കാൻ പോയിട്ട് ആദ്യത്തെ കളി ഇതുവരെ ജയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ കളി ഞങ്ങൾ എങ്ങനെ പോലും ജയിക്കുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കളി ജയിച്ചതിൽ പിള്ളേർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ കോളേജുകാരുടെ വക പൊറോട്ടയും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മുടെ റോബിനാണെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഇരുന്ന് വാരി പൊത്തായിരുന്നു. പക്ഷെ എന്തോരം പൊത്തിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പരമാവധി എന്തോരം ടൈം നമ്മുടെ മേത്തടിക്കും. അതിനേക്കാളും കൂടുതൽ ടൈനായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഓടി നടന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ കളി ജയിച്ചെങ്കിലും രണ്ടാമത്തെ കളി അന്തസ്സായിട്ട് പൊട്ടിയിട്ടാ. ടീമിന് വേണ്ടി ഒരു നല്ലൊരു കോച്ചും നല്ല വലിയൊരു ഗ്രൗണ്ടും എല്ലാ ദിവസവും ക്യാമ്പൊക്കെ ഉള്ള ഒരു വലിയ കോളേജ് ടീമായിട്ടാ ഞങ്ങൾ തോറ്റെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഇല്ല, കോച്ചില്ല. ആകെ കൂടി ഒരു ദിവസത്തെ ക്യാമ്പും കഴിഞ്ഞ് അവിടെ കളിക്കാൻ വന്നിട്ട് ആദ്യത്തെ കളി ജയിച്ചതിൽ തന്നെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തൊട്ടടുത്ത കടലൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. ജിമ്മിക്ക് വേണ്ടി വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ ജിമ്മിക്ക് അവരുടെ കൂടെ വിട്ടുട്ടാ. ഞാനിന്ന് വർക്കൗട്ടൊന്നും ചെയ്യണില്ല, ജിമ്മിന്റെ ഉള്ളിൽ കുറച്ചു നേരം വീടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. എനിക്കിന്ന് വർക്കൗട്ട് ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ ചെക്കൻ്റെ ഡാൻസ് ഒക്കെ കണ്ടിരുന്ന് എൻജോയ് ചെയ്യായിരുന്നേ. ഗൈസ്, നമ്മുടെ എതുവാണെങ്കിൽ ചെസ്റ്റും ട്രൈസോട്ട് അടിക്കണേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയ കാരണം വീഡിയോസ് ഒക്കെ കുറച്ച് ലാഗ് ആവണേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം.